പായസം പോലെ ആയിപ്പോയി. ശ്രദ്ധിക്കാനൊന്നുമില്ല വലിയ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് സർവീസിന് വെച്ചേക്കാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു 9:30 ആയപ്പോൾ തന്നെ കൊണ്ട് സർവീസിന് വെച്ചു. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ടോട്ടലി ഇന്ന് ഉച്ചവരെ ഞാൻ പോസ്റ്റ് എന്നല്ല, ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ എന്താ പറയുക, സമയം ഉച്ചയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കണം. പക്ഷേ അടുക്കള കയറി നോക്കുമ്പോഴാണ് കഞ്ഞിക്ക് കറിയില്ല എന്നുള്ള സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. എന്ത് ചെയ്യും? എന്താടി കറി? ഉച്ചക്ക് കറിയൊന്നും ഇല്ലേ? ഇങ്ങനെ മനത്തോട്ട് നോക്കി നിന്നാ മതിയോ? ചേട്ടാ, നമുക്ക് മുരിങ്ങയില അരച്ചാലോ? മുരിങ്ങയില ഗുഡ് ഐഡിയ. ആര് പറിക്കും? ഞാൻ പറിച്ചോളാം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മുരിങ്ങച്ചോട്ടിലെത്തി. ഇതൊരു പുറമ്പോക്ക് അല്ല, വെറുതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് കേട്ടോ. ആളിവിടെ ഒന്നും സ്ഥലത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറമ്പ് ഇങ്ങനെ കാട് കയറി കിടക്കുവാണ്. ഒരു അത്യാവശ്യം ഒരു 10-30 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ, കൊച്ചിയുടെ ടൗണിൽ. പക്ഷേ ആൾ വിദേശത്ത് മറ്റാണെന്നാണ് പറഞ്ഞത്. ഇയാൾക്ക് ഇവിടെ സ്ഥലം ഉള്ളതായിട്ട് ഇപ്പം അറിയാമോ ഇല്ലയോ എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ സംശയം, ചർച്ചകൾ. എനിവേ, എന്താണേലും 2 മുരിങ്ങപ്പുണ്ട്, കുറച്ച് വാഴയുണ്ട്, കുറച്ച് തെങ്ങുണ്ട്. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്, അറിയാലോ. ഇഷ്ടംപോലെ തേങ്ങ ഇതിൻ്റെ ചോട്ടിക്കരയുണ്ട്. പക്ഷേ ആരും ഇത് എടുക്കാറില്ല കേട്ടോ. എനിവേ, നമുക്ക് ഇതിപ്പോൾ ഈ മതിൽ ചാടി കിടന്നിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ പുള്ളി കോമ്പൗണ്ടൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മതിൽ ചാടി കിടന്ന് നമുക്ക് മുരിങ്ങയില പറിക്കാൻ പോകാം. അതിനിപ്പോൾ പുള്ളിയൊന്നും പറയില്ലായിരിക്കും. ഇലയല്ലേ, എടുക്കാം അല്ലേ? ചടട്ടെ, ശ്രദ്ധിച്ചു നോക്കണേ. ശ്രദ്ധിക്കാനൊന്നുമില്ല, വലിയ ഹൈറ്റൊന്നും ഇല്ലടി. അവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നു. കുറച്ച് വേസ്റ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. കടിക്കോ? ബയോ വേസ്റ്റുകളാ, കുഴപ്പമൊന്നുമില്ല. നല്ലതല്ലേ കേട്ടോ, കണ്ടോ? നല്ല അടിപൊളിയല്ല, കണ്ണിനും മനസ്സിനും കുളിർമ. ആയില്ലേ ചേട്ടാ? ഇത് മതിയല്ലേ? മതി. ഒരു കറിക്കുള്ള പോരെ? മതി. എന്താ പിടിക്ക്, ഞാൻ തിരിച്ചു ചാടട്ടെ. ഇതിന്റെ ഗുണത്തെ പറ്റി ഒന്നും ഇവിടെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. മെനക്കേടിന്റെ ആയിരിക്കും അല്ലേ? എല്ലാവരും പുറത്തുനിന്ന് കിട്ടുന്ന ചീരയൊക്കെ മേടിച്ച് കറി വെക്കല്. ഇതിന്റെ ഗുണം നിനക്കറിയാമോ? കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കും എന്നാണ് പണ്ട് പപ്പ എന്നോട് പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവോ? പിന്നെ നല്ല സാധനം എന്താണേലും നല്ല സാധനം, വയറ്റിന്ന് നന്നായിട്ട് പോകുന്നു. വണ്ടി കാണാത്തോണ്ട് സങ്കടം. വണ്ടി സർവീസ് കഴിഞ്ഞ് വരൂടി, അവൻ കുളിച്ച് കുട്ടപ്പനായി വരും. എന്നാലും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോ അതെ, ഒരു അംഗം, വീട്ടിലെ ഒരു അംഗം ഇല്ലാത്ത ഫീലിംഗ് അല്ലേ? വരും. ഉച്ചയ്ക്ക് ശേഷം അവൻ ഇറങ്ങും. മുരിങ്ങയിലയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാം കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് അടുത്തി എടുക്കണം. ഇത് എന്താ പ്രശ്നം വെച്ചാൽ ഇച്ചിരി സമയമുള്ള വർക്കാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അടുത്തി എടുത്തില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും നമ്മൾ കറി വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഓരോന്നോരോന്നായിട്ടാണ് അടുത്തുന്നത്. അപ്പോൾ അതാണ് ഇനിയത്തെ പണി. അതൊരു പണിയാണ്. അടുത്ത പോയിൻ്റേ. അപ്പോൾ ലിജി എന്ത് ചെയ്യുന്നല്ലേ? ലിജി അടുക്കളയിൽ ചോറ് വെക്കാൻ പോയി. അരി കഴുകി ഇടുക. അവൾ അരി കഴുകി ഇടുമ്പോഴത്തേനും നമ്മളിതങ്ങോട്ട് അടുത്ത് വെക്കുവാണെങ്കിൽ രണ്ടും കൂടെ പടപടയെന്ന് പണിയും തീരും, പെട്ടെന്ന് ചോറ് തിന്നാം. അതല്ലേ നല്ലത്. ഓക്കെ ചേട്ടാ, അടി മുരുമ്പലം വേണോ? വേണം. എടുക്കെടുക്ക്, ഞാൻ എടുത്തിട്ടുണ്ട്. വാ, കൊണ്ടുവരാം. ഉണ്ട്. നല്ല ദാഹം. താങ്ക് യു. നീ കുടിച്ചാ? കാണിക്ക്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നല്ല ടേസ്റ്റ്. എന്താ ഇത് ആൾക്കാർ അധികം യൂസ് ചെയ്യാത്തതെന്ന് അറിയോ? ഈ മുരിങ്ങയില ഇതിങ്ങനെ ഇരുന്ന് അങ്ങനെ ഇപ്പൊ എപ്പോഴും ഇരുന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ചീരയൊക്കെ ആണെങ്കിൽ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാൽ മതി. പിന്നെ നല്ലതാണ്, ഗുണങ്ങളുണ്ട്. പക്ഷെ അത് തന്നെ മെനക്കേടാണ് എല്ലാവരുടെയും പ്രശ്നം. മഴക്കാലമൊക്കെ ആകുമ്പോ ഈ മുരിങ്ങയുടെ കമ്പൊക്കെ ഒടിയുവേ. അന്നേരം കിട്ടുക വീട്ടിലൊക്കെ മുരിങ്ങ അങ്ങ് പൊങ്ങി പോയോണ്ട് നമുക്ക് അങ്ങനെ സൗകര്യത്തിന് ഒടിക്കാൻ പറ്റത്തില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ല ഇത് ഇങ്ങനെ ഇരുന്ന് പറിക്കുന്ന പണി. ആർക്കും തന്നെ ഇത് ഇഷ്ടമല്ല ഈ പണി.
ഇത് മെനക്കെട്ട പണിയായതുകൊണ്ട് നിനക്ക് തന്നെ ഇഷ്ടമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു 2-3 പേരൊക്കെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ വർത്താനം പറഞ്ഞ് ചെയ്യാൻ നല്ലതാണ്. വേറെ വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പരിപാടികൾ നടക്കും. എല്ലാവരും ഒരുമിച്ചിരിക്കണം. ഒരാൾ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറിങ്. തീരുകയില്ല. അയ്യോ, ചെയ്ത പണി തന്നെ പിന്നെ ഇങ്ങനെ അത് ഭയങ്കര മടുപ്പാണ്. ഇത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല ഒരു മുരിങ്ങയില തോരൻ. അത് കേട്ടിട്ടുണ്ടോ? കയ്പായിരിക്കും അത്രേ. ഒരു ദിവസം കൂടെ വേണം. ഉണ്ടോ? ആണോ? എടുക്ക. ഇപ്പം നമ്മുടെ മുരിങ്ങയില എല്ലാം അടർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് തോരൻ വെക്കാം. അതിന് വേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറിയുള്ളി, കാന്താരി മുളക് കേട്ടോ. കാന്താരിയിൽ നമുക്ക് പച്ചമുളക് വെക്കാം, ചെറിയുള്ളിയിൽ സവാള വെക്കാം. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കീറിയിട്ട് കൊടുക്കാം ഇങ്ങോട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളി മുളകെല്ലാം അരിഞ്ഞിട്ടു, തേങ്ങയും ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. തേങ്ങ കൂടുമ്പം രുചി കൂടുകയാണ് ചെയ്യുക. നമുക്കിനി അടുപ്പിൽ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കണം. എപ്പോഴും നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, നല്ലത്. കടുകിടാം. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയിലയും കൂടി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ഇപ്പോൾ ഇത്ര ഉണ്ടെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പതുങ്ങി ചെറുതായി പോകും. ഇടുന്ന ഒരു സമയത്ത് മാത്രമേ ഇത്രയും ഒരു ഓളം തോന്നുള്ളൂ. ഇപ്പം ഇത് കാണുമ്പോൾ തോന്നി ഇത് എങ്ങനെ ഇതിൻ്റെ അകത്ത് കൊള്ളാമെന്ന്. ഈ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ കറി അടുപ്പ് വെച്ചിട്ടൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഏകദേശം ആവേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആയിന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉറപ്പാക്കണേ, വേണമെന്ന് കഴിച്ചു നോക്കിയാൽ മതി. ഇതായി നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഒന്നും വേണ്ട, കൊള്ളൂല. ഉപ്പ് കൂടി ഇല്ലേ നോക്കിക്കോ. നന്നായിട്ടൊന്ന് ഇളക്കി തോർന്നിട്ട് നിർത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയില തോരൻ ഇതായിരിക്കുന്നു. വേറെന്താടി കറി? ഉരുളക്കിഴങ്ങല്ലേ? ഉരുളക്കിഴങ്ങ് തന്നെയല്ലേ? ഓക്കെ. പിന്നെ മീൻ വറുത്തുണ്ട്. ബ്രാലാണ് കേട്ടോ ഇത്. നല്ല ബ്രാല് പൊരിച്ചതും. ഓക്കെ. പൊന്നിയാണ് കേട്ടോ അരി. അപ്പോൾ ഈ പൊന്നിയരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പൊന്നിയരി ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ചതായിരുന്നു. കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് ചളവളാന്നാക്കി കളഞ്ഞു ഫസ്റ്റ് ടൈം. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും പൊന്നിയരി വാങ്ങി പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുക്കറിൽ ഇട്ട് അടിക്കരുത്. കുക്കറിൽ ഒരു വിസിൽ പോലും അടിക്കേണ്ട ആവശ്യമില്ല. അതിനു മുന്നേ സാധനം വെന്ത് ചാറായി പോകും. അതുകൊണ്ട് അന്ന് ആദ്യത്തെ പ്രാവശ്യം ഒന്നും പറയണ്ട. കുക്കറിൽ സാധാരണ മട്ടേരി വെക്കുന്ന പോലെ കൊണ്ട് വെച്ചത്. ആ സാധനം കഞ്ഞി സാമ്പാറല്ല എന്താ പായസം പോലെ ആയിപ്പോയി. ഇച്ചിരി തേങ്ങയും പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്, കറക്റ്റ് പായസമൊക്കെ. പിന്നെ ഇപ്പം കുക്കർ അടച്ചു വെക്കാണ്ട് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര എളുപ്പമാട്ടോ. ഈ അരി വെച്ചാൽ പെട്ടെന്ന് ആവുന്നുണ്ട്. മറ്റേ അരിയുടെ അത്രയും സമയം വേണ്ട. ഇപ്പം അടച്ചു വെക്കാണ്ട് തന്നെ വിസിൽ വെക്കാണ്ട് നോക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആവും. 1/2 മണിക്കൂർ മതി. 1/2 മണിക്കൂർ പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സമയം ലാഭം. നമുക്ക് കഴിച്ചാലോ എന്നാല്. എന്നാ ബായു.